മമതയുടെ ഭരണത്തിൽ പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശികൾക്ക് വലിയ സുഖമായിരുന്നു. ഒരു 15 വർഷക്കാലം ഒരു പരിശോധനയും ഇല്ലാതെയായിരുന്നു മമതയുടെ ഭരണത്തിൽ പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശികൾ കഴിഞ്ഞിരുന്നത്. നിലവിൽ എങ്ങനെയാണ് ബംഗ്ലാദേശികൾ പശ്ചിമ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ് ബംഗ്ലാദേശികൾ തന്നെ. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സുവേന്ദു അധികാരി ആദ്യമിട്ട ഉത്തരവ് നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നായിരുന്നു. ആ ഒരു ഉത്തരവ് വന്ന ഉടനെ അതിരാവിലെയോടുകൂടി തന്നെ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ അവരുടെ ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. തടങ്കൽ കേന്ദ്രങ്ങളിൽ അടയ്ക്കുമെന്ന ഭയത്തെ തുടർന്ന് നിരവധി അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങളിലേക്കും ട്രാൻസിറ്റ് ടെർമിനലുകളിലേക്കും കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തി കടക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ടെങ്കിലും പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശികൾ തങ്ങൾ എങ്ങനെയാണ് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നതെന്നും രേഖകൾ ഒപ്പിച്ചെടുത്തതെന്നും ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ചിലർ നദികൾ നീന്തിക്കടന്നാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. മറ്റു ചിലർ ഇടനിലക്കാരുടെ സഹായത്തോടെ രാത്രിയുടെ മറവിൽ അതിർത്തി കടന്നു വരും. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിൽ എന്തെങ്കിലും പഴുതുകൾ കണ്ടെത്തിയാൽ വെറും 10 മിനിറ്റിനുള്ളിൽ ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് മറ്റൊരാൾ പറയുന്നത്. അതായത് ബംഗ്ലാദേശികളെ പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുവരാൻ ഇടനിലക്കാർ 24 മണിക്കൂറും ഇന്ത്യൻ അതിർത്തിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടുന്ന ഒരു ശൃംഖലയാണ് തങ്ങൾക്ക് തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി നൽകിയതെന്നാണ് ചിലർ പറയുന്നത്. വിവിധ പദ്ധതികൾ വഴി തങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾക്ക് ഇടെയാണ് ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത്. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് അഭയം നൽകുകയോ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യരുതെന്നും പകരം അതിർത്തിയിൽ നേരിട്ട് BSFന് കൈമാറണമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരുന്നു. ബംഗാളിലെ അനധികൃത കുടിയേറ്റക്കാർക്കുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ കണ്ടെത്തി റദ്ദാക്കുകയാണ് സർക്കാർ ഇപ്പോൾ. പശ്ചിമ ബംഗാളിലെ അതിർത്തി ജില്ലകളിൽ സമീപ ആഴ്ചകളിൽ പരിശോധനയും നിരീക്ഷണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തടങ്കൽ കേന്ദ്രങ്ങളോ നാടുകടത്തൽ നടപടികളോ ഒഴിവാക്കാൻ ആളുകൾ സ്വമേധയാ ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാർ സ്വന്തം നിലയിൽ മടങ്ങുന്നതിനാൽ സർക്കാർ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ബംഗ്ലാദേശികൾ പശ്ചിമ ബംഗാളിൽ എത്താൻ ഒരു ഇടനിലക്കാരന് 7,000 രൂപ മുതൽ 8,000 രൂപ നൽകിയെന്നാണ് ബംഗ്ലാദേശിലെ കുഷ്തിയ ജില്ലയിൽ നിന്നുള്ള ഒരു ബംഗ്ലാദേശി പറഞ്ഞത്. ഇന്ത്യയിൽ പ്രവേശിച്ചതിന് ശേഷം രേഖകൾ സംഘടിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിലെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ സഹായിച്ചതായി ഒരു ബംഗ്ലാദേശി വനിത പറയുന്നുണ്ട്. മമതയുടെ പാർട്ടി അധികാരത്തിലിരുന്നപ്പോഴാണ് താൻ വോട്ടർ കാർഡും റേഷൻ കാർഡും ഉണ്ടാക്കിയത്. രേഖകൾ ലഭിക്കാൻ പാർട്ടിക്കാർ എന്നെ സഹായിച്ചു. 2-3 വർഷമായി ലക്ഷ്മീർ ഭാണ്ഡാർ പദ്ധതിയുടെ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നുവെന്നാണ് ബംഗ്ലാദേശി വനിത പറയുന്നത്. അതായത് 15 വർഷം മമത ഭരിച്ചത് ബംഗ്ലാദേശികളുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്.